Today topic is QA and QC. Okay, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. QA and QC എന്താന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. QA എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടു ഗെറ്റ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. ഇത് രണ്ടും നമുക്കൊരു ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. അപ്പൊ ഇതാണ് QA and QC എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് QA എന്താണെന്ന് നോക്കാം. അതായത് ക്വാളിറ്റി അഷുറൻസ്. ഇറ്റ് റെക്കഗ്നൈസ് ഡിഫക്റ്റ് ഇൻ ദ പ്രോസസ്. ഇത് ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ നമ്മൾ ഡിഫക്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന അതാണ് QA എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ പ്രിവെന്റിങ് ദ ഡിഫക്റ്റ്. ഡിഫക്റ്റ് വരാതെ നോക്കുന്നതാണ് QA എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഈസ് പ്രിവെന്റീവ് ഇൻ നേച്ചർ. അതായത് പ്രൊയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൊയാക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഫക്റ്റ് വരാതിരിക്കുന്ന നോക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പ്രിവെന്റ് ആണ്. അതായത് ഡിഫക്റ്റ് വരാതെ നോക്കുകയാണ്. അപ്പൊ ഇതിന് ഡിഫക്റ്റിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് പ്രിവെന്റീവ് നേച്ചർ എന്ന് പറയാം. ഇറ്റ് ഹെൽപ് ടു റെക്കഗ്നൈസ് ഫ്ലോസ് ഇൻ ദ പ്രോസസ്. ഈ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും QA വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ QC ആണ്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ അതാണ് ഫുൾ ഫോം. ഓക്കെ, ഇറ്റ് ആക്ടിവിറ്റീസ് ഓപ്പറേറ്റ് ആൻഡ് വെരിഫൈ ദാറ്റ് ദ ആപ്ലിക്കേഷൻ മീറ്റ് ദ ഡിഫൈൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണ് ഡെലിവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടോ എന്ന് ആണ് QCയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഈസ് ഡിറ്റക്ഷൻ ഇൻ നേച്ചർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. കാരണം ഇത് നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ QCയിൽ നടക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ QA ആൻഡ് QC. അപ്പൊ നമ്മളിവിടെ 3 കോളം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാരാമീറ്റേഴ്സ്, പിന്നെ QA, പിന്നെ QC. ഫസ്റ്റത്തെ നമുക്ക് ഒബ്ജക്റ്റീവ്, അതായത് ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. QA ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് അഷുറൻസ് ദാറ്റ് ദ ക്വാളിറ്റി റിക്വസ്റ്റ് വിൽ ബി അച്ചീവ്ഡ്. നമ്മുടെ ക്വാളിറ്റി റിക്വസ്റ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്വാളിറ്റി അതായത് റിക്വസ്റ്റുകൾ, അതായത് ക്ലയന്റ് ഇന്ന ക്വാളിറ്റിയിൽ വേണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് QAയിൽ നോക്കുന്നത്. QC ഫോക്കസ് ഓൺ ഫുൾഫില്ലിംഗ് ദ ക്വാളിറ്റി റിക്വസ്റ്റ്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലയന്റ് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞേക്കുന്നത്, ക്വാളിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വേണ്ടത്. അതായത് ലോഡിംഗ് ടൈം കുറവായിരിക്കണം, ഇപ്പം കസ്റ്റമേഴ്സിനൊക്കെ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ഇന്ന ക്വാളിറ്റീസ് ഒക്കെ ഞാൻ സോഫ്റ്റ്വെയറിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് ഫുൾഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് QC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ QA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണോ റിക്വസ്റ്റ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത് അതാണ് QAയിൽ നോക്കുന്നത്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി ആണോ നമ്മൾ സോഫ്റ്റ്വെയറിൽ കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് റിക്വസ്റ്റ് ആണ് നമുക്ക് ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, അത് നമ്മൾ ഫുൾഫില്ല് ചെയ്ത് കൊടുക്കണം QC. ഓക്കെ, അതാണ് ഇത് രണ്ട് പ്രോസസ്സിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ. പിന്നെ ടെക്നിക്ക് നമുക്ക് നോക്കാം. QA ഈസ് ദ ടെക്നിക് ഓഫ് മാനേജിങ് ദ ക്വാളിറ്റി. ക്വാളിറ്റി മാനേജ് ചെയ്യുകയാണ് ഈ QA എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നടക്കുന്നത്. QC ഈസ് ദ ടെക്നിക് ടു വെരിഫൈ ദ ക്വാളിറ്റി. അപ്പൊ ക്വാളിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യുവാണ് QCയിൽ നടക്കുന്നത്. ഇൻവോൾവ്ഡ് ഇൻ വിച്ച് ഫേസസ്? QA ഈസ് ഇൻവോൾവ്ഡ് ഡ്യൂറിങ് ഡെവലപ്മെന്റ് ഫേസസ്. അതായത് QA ഇൻവോൾവ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഫേസിലാണ് QA നമ്മൾ മോസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. QC ഈസ് നോട്ട് ഇൻവോൾവ് ഡ്യൂറിങ് ഡെവലപ്മെന്റ് ഫേസ്. QC ഡെവലപ്മെന്റ് ഫേസിൽ അല്ല യൂസ് ചെയ്യുന്നത്. SDLC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ QC യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പോയിന്റ് കൂടി ചേർത്തോളാം. QA SDLC ാണ് അത് ഫോളോ ചെയ്യുന്നത്. QC SDLCയിലാണ് ഫോളോ ചെയ്യുന്നത്. SDLC എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. SDLC എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിൾ.
സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിളിൽ ക്യൂസിയും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ QA ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാം എക്സിക്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ്. QA does not include the execution of the program. QAയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഡെവലപ്മെന്റ് ഫേസിലാണ് നമ്മൾ QA എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. QC ഓൾവേസ് ഇൻക്ലൂഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. QCയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബിൽഡ് വെച്ചിട്ടാണ് നമ്മൾ QC എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ടൂൾസ്. QA is manageable tool. QC is the corrective tool. Okay, process or product oriented. QA is the process oriented. ഓക്കെ, അതായത് QA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡെവലപ്മെന്റ് ഫേസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് QA നമ്മൾ ചെയ്യുന്നത്. അതാണ് പ്രോസസ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. QC ഈസ് ദ പ്രൊഡക്റ്റ് ഓറിയന്റഡ്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. പ്രോസസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഫേസ് ഒക്കെ നടക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ QA പെർഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും ഡിഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം. ദ എയിം ഓഫ് the aim of quality assurance is prevent the defect. ഡിഫക്റ്റ് പ്രിവെന്റ് ചെയ്യുക എന്നാണ് QAയുടെ ലക്ഷ്യം. The aim of QC is to identify and improve the defect. QCയുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റ് ഐഡന്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഡിഫക്റ്റ് എന്ത് കറക്റ്റ് ചെയ്യുക, അതായത് ഇംപ്രൂവ് ചെയ്യുക. അതാണ് എയിം. ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ക്വാളിറ്റി അഷുറൻസ് ഈസ് പെർഫോംഡ് ബിഫോർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന് മുന്നേ ആയിരിക്കും ക്വാളിറ്റി അഷുറൻസ് നടക്കുന്നത്. അതായത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസ് ആണല്ലോ ഫസ്റ്റ് നടക്കുന്നത്. അപ്പോഴാണ് QA നടക്കുന്നത്, പെർഫോം ചെയ്യുന്നത്. QC ഈസ് പെർഫോംഡ് ആഫ്റ്റർ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസ് ഡൺ. QA അതായത് ഡെവലപ്മെന്റ് പ്രോസസ്സിലാണ് QA നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ QC നടക്കുന്നത് അത് കഴിഞ്ഞിട്ട്, അതായത് QC ആയിരിക്കും സെക്കൻഡ് order of execution. Okay, technique type. QA is preventive technique. അതായത് ഡിഫക്റ്റിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാണ്. QC is corrective technique. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഷർ ടൈപ്പ്. QA is proactive measure. QA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊയാക്റ്റീവ് മെഷർ ആണ്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് മെഷർ ആണ്. SDLC, STLC. ഓക്കെ, ഞാൻ ആ പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ QA ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻറ്റയർ SDLC. ഒരു അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിളിലെ എല്ലാത്തിലും QAയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. QC ഈസ് റെസ്പോൺസിബിൾ ഫോർ SDLC. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിളിലാണ് QC റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, ആക്ടിവിറ്റി ലെവൽ. QA ഈസ് ലോവർ ലെവൽ ആക്ടിവിറ്റി ദാറ്റ് ഐഡന്റിഫൈ ആൻ എറർ ആൻഡ് മിസ്റ്റേക്ക് ദാറ്റ് QC കനോട്ട്. ഓക്കെ, QA എന്ന് വെച്ച് കഴിഞ്ഞാൽ QA എന്താ പറയുന്നത്, ഇപ്പൊ എറർ ആയാലും മിസ്റ്റേക്സ് ഒക്കെ ആയാലും വളരെ വളരെ ലോ ലെവൽ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. QC is the high level activity that identify an error that QA cannot. QA കണ്ടുപിടിക്കാത്ത ഹൈ ലെവൽ എറേഴ്സും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും QCയിൽ അത്ര ആക്റ്റീവായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഫോക്കസ്. PACE main focus is on the intermediate process. Intermediate processing-ആയിരിക്കും ഇത് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്. ഈ പ്രൈമറി ഫോക്കസ് ഈസ് ഓൺ ഫൈനൽ പ്രൊഡക്റ്റ്. ഇത് ഫൈനൽ പ്രൊഡക്റ്റിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഇന്റർമീഡിയറ്റ് പ്രോസസ്സിനെ ആയിരിക്കും QA ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ടീം. ഓൾ ടീം മെമ്പേഴ്സ് ഓഫ് പ്രൊജക്ട് ആർ ഇൻവോൾവ്ഡ്. ഒരു പ്രൊജക്റ്റിലെ എല്ലാ ടീം മെമ്പേഴ്സും QA എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആണ്. ജനറലി ദ ടെസ്റ്റിംഗ് ടീം ഓഫ് ദ പ്രൊജക്ട് ഈസ് ഇൻവോൾവ്ഡ് ഇൻ QC. QCയിൽ ടെസ്റ്റിംഗ് ടീം മാത്രമായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. ടൈം കൺസ്യൂംഷൻ. QA ഈസ് ലെസ് ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി. QAക്ക് വളരെ കുറച്ച് ടൈം മതി. ഓക്കെ, QC ഈസ് മോർ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി. QC എന്ന് വെച്ചാൽ ഒരുപാട് ടൈം വേണം. വാട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വാസ് അപ്ലൈഡ്. SPC എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഉണ്ട്, അതാണ് QAയിൽ അപ്ലൈ ചെയ്യുന്നത്.
QCയിൽ SQC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉണ്ട്, അതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ ഫോം അറിയാലോ, SPC എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്നാണ്. SQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. ഓക്കെ, ഇനി QAയുടെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ ആണ്, QCയുടെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.